ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് കോളേജ് ലൈഫിലെ ഏറ്റവും കിടിലൻ മെമ്മറീസ് സംബന്ധിച്ച ഒരു ട്രിപ്പ് വീഡിയോ ആയിട്ടാണ്. പച്ചപ്പിൻ്റെ വശ്യ സൗന്ദര്യമുള്ള മൂന്നാറിൻ്റെ തണുപ്പിൽ തുടങ്ങി ചരിത്രവും മധുരവുമുള്ള മറയൂരിലെ ചന്ദനക്കാടുകളും ശർക്കര പെരുമയും കണ്ട് കോടമഞ്ഞിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊടൈക്കനാലിലെ അവിസ്മരണീയമായ കാഴ്ചയിലൂടെ ഞങ്ങൾ നടത്തിയ 3 ദിവസത്തെ സാഹസിക യാത്ര ഓരോ നിമിഷവും ഇതിലുണ്ട്. കൂട്ടുകാരുമൊത്തുള്ള ആനന്ദമായ ചിരിയും പാട്ടും ഡാൻസും ഒപ്പം ഒത്തിരി രസകരമായ കോമഡികളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ ട്രാവൽ ബാഗ് റെഡി ആയിക്കോളൂ. ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി നമ്മളിന്ന് ടൂർ പോകുന്ന വണ്ടി ടൂർ കോർഡിനേറ്റർ അസ്കർ നിസ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്ലാനൊന്നുമല്ല, എല്ലാം അവൻ്റെ പ്ലാനാണ്. എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണെന്ന് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഇതാണ് KN ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണുക. ഇത് പുതിയ ബിൽഡിങ്, അപ്പുറത്തൊരു പഴയ ബിൽഡിങ്ങാണ്. ഇവരെ ടൂർ കയറ്റി വിട്ടിട്ടേ ഞാൻ പോകും. ഞാൻ MCOM ഫസ്റ്റ് ഇയർ, ഇവരെ ജൂനിയർ ആണ്. എല്ലാവരും സെറ്റായിട്ട് പോയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോണ വണ്ടി ഇതാണ്. എന്തായാലും ഇവർ രണ്ടുപേരും വരണില്ല, ഇവർ നമ്മളെ ജൂനിയേഴ്സ് ആണ് കേട്ടോ. വണ്ടി ഒക്കെ ഇവിടെയാണ്. ഇറ്റ്സ് ഗാദർ ടു ഗോ. ഏറ്റവും സന്തോഷപ്രദമായ ഒരു നിമിഷം അല്ലേ? 17 വർഷത്തെ ക്ലാസ് റൂം സ്റ്റഡി, അതിൻ്റെ ഇടയിൽ നമുക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്ലാസ് ടൂറായിട്ടത് മാറട്ടെ. നമ്മൾ ഫോട്ടോ എടുക്കാണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ട് പുറകിൽ ബസ്. നമ്മുടെ VIP ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. സൂറത്ത് എന്ന ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പാട്ടിട്ട് ഫ്രണ്ട്സ്, ഞങ്ങൾ ആദ്യം പോകാൻ പോകുന്നത് മൂന്നാറിലെ പുളുക്കുമല എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരമേ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ചൊവ്വാഴ്ച രാവിലെ 4:00 ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിംഗ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അടുത്ത നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങൾ വന്നിട്ട് മറയൂർ, അത് കഴിഞ്ഞിട്ട് കൊടൈക്കനാലാണ്. അത് അടുത്ത 2 പാർട്ടുകളായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അപ്പോൾ ലൈക്ക് വെച്ചാൽ പിന്നെ എനേബിൾ വെച്ചാൽ നമ്മുടെ വീഡിയോ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മൂന്നാർ പോകുന്ന ട്രിപ്പും ട്രക്കിങ്ങും പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ 8 മണിക്ക് ചാത്തന്നൂരിലെ ആണെന്ന് തോന്നുന്നു ഒരു പെട്രോൾ പമ്പ്, HB പെട്രോൾ പമ്പ്, അടിപൊളി പെട്രോൾ പമ്പ്. ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ വെള്ളം ഇടില്ല ആംബിയൻ. കീഴിലെന്ന് വെച്ചാൽ കീഴിൽ ആംബിയൻ. പക്ഷേ നമ്മളവിടെ വന്നിരിക്കുന്നത് ചോറ് കഴിക്കാനാണ്, അല്ലെങ്കിൽ വൈകുന്നേരത്തെ കാപ്പി കഴിക്കാനാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്താറായിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതാ ബാക്കിൽ ഗൈസ്. നമുക്ക് ഇത്രയൊക്കെ കണ്ടാൽ പോയി. നമ്മളെ ഈ വട്ടത്തിൽ നമ്മളിങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. ഇവര് വണ്ടി റെഡി ടു ഗോ ഗൈസ്. 2 വണ്ടി, അയാളുടെ വണ്ടിയിലൊക്കെ ഇരിക്കുക. ഇതിൽ കയറിട്ടാണേ കയറി. ഭയങ്കര തണുപ്പാ, കൈയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഓക്കെ, എൻ്റെ ഇവിടെ ഗ്രീഷ്മ ഇപ്പോൾ ഇരിപ്പുണ്ട്. നമ്മൾ എന്തായാലും ഫ്രണ്ട് സീറ്റ് കിട്ടില്ല. ഫ്രണ്ട് സീറ്റിൽ ടീച്ചറിനെ ഇരുത്തി പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കയറി ഇരുന്നേണ്ട, പക്ഷേ തന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാ വണ്ടിയിലും ഒരു ആൺകൊച്ച്. വണ്ടി എടുത്തു നമ്മൾ പോകുന്നു. അങ്ങനെ ഇതൊരു വണ്ടി, ആ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി. അങ്ങനെ വണ്ടികൾ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ലാതെ വേറെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ സമയം 4:45. അതുകൊണ്ട് ഇനിയും നമ്മൾ ഇറങ്ങി വരുമ്പോൾ വീഴ്സ് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഓഫ് റോഡാണ് ഗൈസ്. ഓഫ് റോഡ് പോകുന്നു. ഇല്ല, ഓഫ് റോഡ് റോഡായി. അപ്പുറത്ത് നിന്ന് നമ്മളെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ആൾക്കാർ അതന്നെ. അതെ പക്ക ഓഫ് റോഡ് വെച്ചാൽ പക്ക ഓഫ് റോഡ്. എത്തിരി പറയാനാണ്. തറ റോഡ് ഇത് ഓഫ് ആണല്ലോ. അവര് നല്ലൊരു ഫ്രണ്ട് ചെയ്ത് പോകുന്നു ഗൈസ്. നമ്മുടെ പുറകെ തന്ന വണ്ടിയാണിത്. തൊട്ടടുത്ത് ചേർത്ത് വെച്ചൊരു കാറെന്നും പറഞ്ഞൂടാ.
നമ്മുടെ വണ്ടിയാണ്. ഓക്കെ, ആ വണ്ടി പോകുന്നു, വേറെ വണ്ടികൾ പോകുന്നു. ഞാനാണ് ഇപ്പോൾ ഈ ലൈനിൽ ഏറ്റവും ബാക്കിലേട്ടോ. അപ്പോൾ ഈ കുറ്റാക്കുരുട്ടിൽ നമ്മൾ വന്ന സീനൊന്നും തന്നെ എടുത്തിട്ടില്ല. കാട് വഴി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുതൂക്കി മലയല്ല, ഒത്തിരി മല. ഏത് മല? കൊഴുക്കുമല. ആ, കൊളുക്കുമലയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. ഇപ്പോൾ സമയം 5:40. രാവിലെ നക്ഷത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആണെങ്കിൽ അപ്പൊ அந்த பக்கம் பார்த்துட்டே இருக்குடா. തമിഴ് അറിയാത്തവൻ ഹിന്ദി സംസാരിക്കൂ, ഹിന്ദി അറിയാത്തവൻ തമിഴ് സംസാരിക്കൂ. പക്ഷെ നമ്മൾ മലയാളം സംസാരിക്കും ഗൈസ്. നമ്മൾ സഞ്ചരിക്കുന്ന പാതയാണിത്. ഓ, അപ്പോ അവിടെ മരം ഇറക്കും, ഞാൻ കണ്ടില്ല. ഇത് കിടിലാണ് ഗൈസ്. നമ്മള് അതെ നവശാലി കയറാൻ പറ്റുമോ? സമയം പോലെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതാണ്. ഓക്കെ, ഫ്ലാഷ് മര്യാദ വീഡിയോ പിന്നെ എടുക്കാം. ചർച്ച ചെയ്യണ പല്ലൊന്നും കാണിക്കാം. ആ വകരുന്ന പോക എൻ്റെ വായിന്ന് വന്നതാണേ. അയ്യോ ഗൈസിന്റെ ഡെപ്ത് പവാര ഡെപ്താണ്. കോട കയറി, മഞ്ഞ് കയറി, അങ്ങനെ അവിടെ മഞ്ഞ് കയറിയിട്ടുണ്ട് ഗൈസ്. ഇപ്പുറത്ത് മൊത്തം ക്ലൗഡാണ്. കിടിലല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചലിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലം ഗൈസ്, നമ്മൾ രാവിലെ വന്ന വഴിയാണ്. ഇതൊക്കെ നമുക്ക് രാത്രി റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതാണ് ഇവിടുത്തെ വഴി കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നത്. നമ്മൾ രാത്രി ഉണ്ടെന്ന് കാണാൻ, ഇരുട്ടായൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ വഴി. എവിടെ നോക്കി നോക്ക്. എന്നെ വിളിക്കുന്നത് ഞാൻ അങ്ങ് പോകണമല്ലോ, കാരണം നമുക്കിനി ഇവിടെ നിന്ന് പോകാൻ സമയമായി. സൺഡേ ടൈം ലാപ്സ് എടുത്തോണ്ട് ഒരുപാട് സമയം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ? നോക്ക്, പൊടിയല്ലേ? നോക്കിയ സ്ഥലങ്ങൾ തണുപ്പുണ്ട് ഇവിടെ. നമ്മളെല്ലാരും ആയോ? ഇല്ലല്ലേ ഗൈസ്? അവിടെ നോക്ക്, വീടുകളുണ്ട്. വീടാണോ എന്താണെന്ന് അറിയില്ല ആ കാര്യങ്ങളൊക്കെ. ഇത് മൊത്തം തേയിലത്തോട്ടമാണ്. ദൃശ്യങ്ങൾ നിങ്ങൾ എവിടെ തന്നെ വന്ന് കാണും.
അപ്പോൾ ചലിക്കാം. പക്കാ കാട് വഴിയാണ് ഗൈസ്, പക്കാ കാട് വഴി. കുറച്ചേ ഉള്ളൂ അങ്ങനെ നടന്ന് പോകണം. പക്ഷെ നമ്മൾ ട്രക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കുറ്റി. അപ്പോൾ ഞാൻ സാധനത്തിൽ ശ്രദ്ധിച്ചില്ല, മൊത്തം ക്ലൗഡാണ്. ഓക്കെ ടീച്ചറിൻ്റെ ഇടാണ് ജീപ്പ് ഇവിടെ വരെ ഉള്ളൂ. നമ്മൾ പോകുകയാണ്, ഉറക്കം മുള്ളാണ്. ഓക്കെ, ഇപ്പോൾ രാവിലെ ഇറങ്ങിയല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് പോകണം. എന്തായാലും നമ്മൾ താഴോട്ട് വന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഫുള്ള് ഇരുട്ട് രാത്രി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ താഴോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. പക്ഷെ താഴോട്ട് പോകുന്നത് കയറിയ വഴി തന്നെയാണോന്ന് അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മളെ വണ്ടി വന്നിരിക്കുകയാണ്, നമ്മളെ വണ്ടി കയറാം. തിരുപ്പതിയാണ് എൻ്റെ വണ്ടി ഗൈസ്. നമുക്ക് ഫ്രണ്ട് സീറ്റിൽ പിടിക്കാം. നമ്മളെ അണ്ണൻ ഇവിടെ ഒന്ന് വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിപ്ലൈൻ എൻഡ് വരുന്നതാണ്ട് ഈ പോർഷനില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ടോപ്പിൽ പോകുന്നുണ്ട്. ഇവിടെ ഇത്ര കാണുമ്പം 1.8 കിലോമീറ്റർ ഒന്നും പറയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പാല് പോലെ ഒഴുകി കിടക്കുന്ന ഫോഗ്, മഞ്ഞ്. അപ്പം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം പൊളിയായിട്ടിരിക്കും എൻ്റെ ബാക്കിൽ. ഇത് മതി. അങ്ങനെ വീണ്ടും എല്ലാവരും കയറി പോകാൻ പോവാണ്. വീണ്ടും കുലുക്കായിരിക്കും ഗൈസ്, ഓഫ് റോഡ് യാത്ര. നമ്മളെ വണ്ടി പറയാനുണ്ട്. അല്ല ട്രക്ക് ഇതില്ലല്ലേ, ഞാൻ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇതൊക്കെ പിടിച്ച അങ്ങനെ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വന്ന് നമ്മളെ വണ്ടി എവിടെ കിടപ്പുണ്ട്. ഇവിടെ എന്താണ് ഡീറ്റെയിൽസ് ഓഫ് പാസഞ്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് വേറെ വണ്ടികളൊന്നും ഇടൂല, ജീപ്പ് മാത്രമേ ഇടുള്ളൂ. അപ്പം ടൂറിസ്റ്റുകാരെല്ലാവരും ഇവിടെ വന്ന് നടക്കും. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ ഇട്ടിട്ട് അടുത്ത് അവിടെ നിന്ന് ജീപ്പിൽ പോകണം. അപ്പോൾ അതിൻ്റെ കൺസെൻറ്റ് ബാക്കി കാര്യങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും നമ്മളെ വിഷയമല്ല. അപ്പോൾ നമ്മളെ വിഷയം ഇതാ ഇങ്ങോട്ടാണ്, പ്രകൃതി രമണീയമായ സ്ഥലത്ത്. ഇതെന്ത് മരം എന്ന് പറഞ്ഞു കേട്ടോ, കിടിയ സാധനമാണ് കാണാൻ. ലുക്ക് കാട് മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു റൂം തേടി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റൂമിൽ വെച്ച് കാണാം. അങ്ങനെ കഴിച്ച് നമ്മൾ കൊളുക്കുമല വീഡിയോ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അറിഞ്ഞൂടാ. കാരണം നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒരുപാട് എടുത്താൽ ഫുള്ള് ഇരുട്ടാണ്, അതൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ആ വണ്ടി നല്ല കുലുക്കമായതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നെടുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വഴി മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അടുത്ത് രണ്ടാമത് നമ്മൾ മലയിൽ മുകളിൽ പോയി ആ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 22-30 മിനിറ്റ് അരമണിക്കൂറോളം അങ്ങനെ പോയി. പിന്നെ അവിടെ വന്ന് ചെയ്യാൻ ഒരു 10 മിനിറ്റ്, അങ്ങനെ ഏകദേശം ഒരു 30-40 മിനിറ്റ് അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഉണ്ടായത്. അപ്പൊ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അതിന് എടുത്തപ്പോഴത്തേക്കും ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറെ പേര് ഇറങ്ങിപ്പോയി. ഞാൻ അല്പം ഇതൊക്കെ വലിഞ്ഞാണ് പോയത്, പക്ഷേ സമയത്ത് എത്തി.
അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് കണ്ടന്റ് അല്പം കുറഞ്ഞു അന്ന് മനസ്സിലായി. പിന്നെ താഴോട്ട് വന്നപ്പോൾ ഒരുപാട് കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരുപാട് കണ്ടന്റിനെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. കാരണം അത് സത്യം പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്തല്ലേ മനസ്സിലായി, കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലാവില്ല. ട്രക്കിങ് നിങ്ങൾ മലയാളം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ റോളർ കോസ്റ്റർ വീഗാലാൻഡ് അല്ലെങ്കിൽ വണ്ടർലയിൽ റോളർ കോസ്റ്റർ കയറി ആടിച്ച് മറിഞ്ഞു പോകുമ്പോൾ അവിടുത്തെ അവസ്ഥയാണ്. മൂലമൊക്കെ ആടിച്ച് പൊളിഞ്ഞു പോകും. കാര്യം സത്യം പറയാനുണ്ട് അതാണ്. അപ്പോ നിങ്ങളത് മനസ്സിലാക്കണം, അങ്ങനത്തെ കാര്യമാണ്. അപ്പോ അതാണ് കാര്യം. അപ്പൊ ഇതാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്. നിങ്ങൾ അവിടെ പോകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാണ് കുളുക്കുമല. കുളുക്കുമലയിൽ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ അവിടെ പോകുന്ന ട്രക്കിംഗ് ആണ്. പിന്നെ അങ്ങ് മുകളിൽ പോകുമ്പോൾ ആ മുകളിൽ പോകുമ്പോഴുള്ള വ്യൂ, ആകാശം കോടയെല്ലാം താഴെ പതിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് താഴെ എന്താണ് റോഡുള്ളത് പോലത്തെ ഫീല്. അതാണ് അവിടുത്തെ ബ്യൂട്ടി. ഇങ്ങനെ അപ്പൊ ഈ രണ്ട് ബ്യൂട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പൊ അതും പറഞ്ഞ കാട് സ്ഥലത്തോട്ട് പോവാം. അങ്ങനെ സെറ്റായി ഇന്നത്തെ ദിവസം ഫ്രഷപ്പ് ആയി വേണ്ടി എവിടെയൊക്കെ ആയിരുന്നു സ്ഥലം. ഇപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ആയി ബാഗൊക്കെ സെറ്റാക്കി. നമ്മൾ പവർ ബാങ്കിൽ ചാർജ് കുറവാണ്, ആ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് അടിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ നീ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പുതിയ ഡ്രസ്സുമായി നമ്മൾ നമ്മുടെ കയറി രാവിലത്തെ ആഹാരം കഴിക്കുവാൻ പോകുന്നു. കപ്പിച്ചിറങ്ങി ഇവിടെ നിന്നായിരുന്നു ഗൈസ്. തിരിച്ച് നമ്മൾ പോകുമ്പോൾ മഴക്കാറുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ പോയിന്റിൽ എത്തിയിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു, പക്ഷേ ബാക്ക് കണ്ടിട്ടുണ്ട്. ഇത് കടലെല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഉള്ളത് എടുക്കാം. പോയി ഗൈസ്. ക്യാമറ നോക്കി പറഞ്ഞു, രണ്ടാമത്തെ നടുക്കുള്ള ക്യാമറ. ഹായ് ഗൈസ്. കൊള്ളല്ലേ, നോക്കാവുന്നില്ല. അടുത്ത സ്റ്റോപ്പ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അതായത് IB എന്ന പേരിൽ. ഓക്കെ, അത് കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ. അതാ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു, അത്രേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. അകത്ത് ക്യാമറ അലോഡ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അകത്ത് കയറുന്നില്ല, അകത്ത് ക്യാമറ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഇത് തന്നെ ആയിരിക്കും സംഭവം. പച്ച സാധനം ഇവിടെ തേയിലത്തോട്ടാണല്ലോ, തേയിലത്തിൻ്റെ കമ്പനിയാണല്ലോ. നമ്മൾ ഒരു വ്യൂ പോയിന്റ് നോക്കി വന്നതാണ്. ഇതാ വ്യൂ പോയിന്റ് എഴുതിയിട്ടുണ്ടല്ലോ, നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, കാറ് ഇറങ്ങും. ഓ, ഇതെവിടെയാണ് വ്യൂ പോയിന്റ് ഗൈസ്. മഞ്ഞ് കയറുമ്പോൾ സെറ്റായിരിക്കും കാണാൻ. ഒരു മണിയൊക്കെ തൂക്കിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, പെട്ടി ഫാക്ടറി ഓഫ് ട്രിപ്പിൾ T കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ. എവിടെയാണ് നമ്മളതൊരു IB ഇവിടെ നിന്ന് അവസാനിച്ച് നമ്മൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. പോട്ടെ, വണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മാത്തുപ്പെട്ടി അപ്പോൾ നമ്മൾ ഡാമിലോട്ട് പോവുകയാണ്. ഇത് KSCB റിസർവോയർ മാത്തുപ്പെട്ടി. ഓക്കെ, സാധനം വാങ്ങിക്കുന്നവർക്ക് സാധനം വാങ്ങിക്കാം, ബോട്ടിങ് ഇറങ്ങാം. ചുറ്റും ഇറങ്ങി ഇത് ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ വണ്ടി വാങ്ങിലൊടങ്ങിയതാണ്. കാര്യങ്ങൾ മനസ്സിലായാലും അല്ലേ ഇത്രയാണ് നടക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പെട്ടി ഡാമിൽ ബോട്ടിങ്, മറ്റേ പെഡൽ ബോട്ടിങ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ദൂരെ ഇങ്ങനെ ഒരു സ്ഥലം, അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ടാവും. അടിപൊളിയല്ലേ, കിടക്കാച്ചല്ലേ കണ്ടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ചിപ്സ് ഒക്കെ അവിടെ തൊട്ട് കൂളിംഗ് ഗ്ലാസുകൾ മെത്തലാണ്. ഇത് കൊള്ളായിരുന്നല്ലേ. കരിക്ക് ചായ അവിടെ, ദോശ അവിടെ, തലയാണകളുണ്ട്.
നമ്മൾ ഡാമിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് എൻ്റർ തീരുകയാണ്. ഇത്രേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ അവിടെ നീങ്ങി വന്നത്. ഇവിടെ ഡാം, ഇത് വെള്ളം കിടക്കുന്ന കുളമല്ലേ? വെള്ളം കെട്ടി നിർത്തുന്നതിനാണ് ഡാം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ ഡാം. അതേ വെള്ളം കെട്ടിയെടുത്ത് നിർത്തിക്കുന്ന ആ ഒരു ശിലായുഗം കാണുമല്ലോ അതവിടെ. അത് അറ്റത്തോടെയായിരിക്കും. ആ എന്നിരുന്നാലും ഇതാണ് ഇവിടുത്തെ ഇത്. ബോട്ടുകൾ വന്നിട്ട് ഇപ്പോൾ 2 ബോട്ട് ഫ്രീ ഉണ്ട്. നമ്മളിത് കണ്ടില്ലായിരുന്നു. ഇത് കണ്ടോ, പെഡൽ ബോട്ടിങ് 2 പേർക്ക് 400 രൂപ, സ്റ്റിൽ ക്യാമറ 150 രൂപ, പ്രൊഫഷണൽ ക്യാമറ 600 രൂപ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ ആരെങ്കിലും വന്ന് ഇറങ്ങും. വെറുതെ അല്ല ഇത് നഷ്ട കച്ചവടത്തിൽ പോകണം. എന്നിരുന്നാലും ഇവിടെ നിന്ന് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കും ഈ കണ്ണി കാണുന്ന ഒരു 4-5 പേര്. വാ നമുക്ക് അങ്ങോട്ട് അന്വേഷിച്ച് പോകാം. കണ്ടില്ല എന്ന് പറഞ്ഞ ഡാം അത് ഇതാണ് കേട്ടോ. ഇതാണ് ആ ഡാം, മാത്തുപ്പെട്ടി ഡാം. ഇതാണ് മാത്തുപ്പെട്ടി ഡാം ഇല്ലേ? അപ്പോൾ ഈ മാത്തുപ്പെട്ടി ഡാമിൻ്റെ താഴെ ഭാഗം നമുക്ക് നോക്കാം. വാ 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 വാ. കൊക്കയല്ല, ഇതാണ് ഡാം. നാണ്ട വെള്ളം ചാടിപ്പോകുന്നു കൂട്ടുകാരെ. കണ്ടോ കൂട്ടുകാരെ ആ ചാടി പോണ വെള്ളം? എന്ത് സ്ലോ മോഷനിലാണ് വെള്ളം ചാടുന്നത് നോക്കിക്കേ. ഇതാണ് കറണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് വാക്ക് റൗണ്ട് നടന്നിട്ട് വരാം. അപ്പോൾ ഇതാണ് ഡാം. നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോയത്, പക്ഷെ അങ്ങോട്ട് ഫാൾസ് ആയിരുന്നു. ഇതാണ് ഡാമിൽ റിസർവോയർ, അല്ലെങ്കിൽ വെള്ളം. ഇതിൻ്റെ തൊട്ട് താഴെ ലോക്ക് ചെയ്ത രീതിയിൽ വെള്ളം നിർത്തിയിരിക്കുന്നു. ആയിരിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ക്യാമറ ഇട്ട് നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല വ്യൂ ആണ്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്, കണ്ടോ? വെള്ളം ഒഴുകി പോവുകയാണ്. എൻ്റെ ക്യാമറ ഫോക്കസ് ആകുന്നില്ല. ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എവിടെയല്ല ബ്ലാങ്കാ, വേറെ എവിടെ ഒന്നുമില്ല കേട്ടോ. ഡാമിലെ വിശേഷങ്ങൾ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം. നമ്മളെ ഈ ഡാമിൽ ഇതേപോലെ സംഭവം ഉണ്ടായി. എന്താണ് പാരച്യൂട്ട് വെച്ച് പാരാഗ്ലൈഡിങ് എന്തായാലും പറയുന്നത്, ആളെ വെച്ച് ഇങ്ങനെ പറത്തിയിടാണ്. ഇത് പൊങ്ങുമോ താങ്ങുമോ ഒന്നും പറഞ്ഞിട്ടോ. ക്യാമറ അങ്ങേ അറ്റത്തെ സൂമിനാണ് ഇടുന്നത്, കണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഈ വ്യൂ ഒന്ന് മനസ്സിലാക്കണം. ആളെ കപ്പലിൽ കയറ്റി. ഓക്കെ കപ്പലല്ല, ബോട്ടിൽ കയറ്റി എടുത്ത്. അങ്ങനെ കണ്ടില്ലെന്ന് പറഞ്ഞത്. അപ്പം തന്നെ എന്നാൽ കുരങ്ങനെ കണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ക്യാമറ ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ അണ്ണ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടൊന്ന് മാറി നടക്കുന്നത് സൂക്ഷിച്ച് അനിവാര്യമാണ്. നമുക്ക് അപ്പുറത്തോട്ട് ചാടാം. അപ്പോൾ അതിൻ്റെ കൈയില്ല. ഒരു ട്രാവലർ ഇങ്ങോട്ട് ചേർന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ തീവ്രത വലുതായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഇത് ചെറിയ ഓട്ടയൊന്നുമല്ല, വലിയ ഓട്ടയാണ്. ഇതിൽ നല്ല കാര്യമായിട്ടാണ് വെള്ളം പോണത്. അതൊരു പൈപ്പാണ്. ആ പൈപ്പായിരിക്കും ഈ പവർ ഹൗസിനെ ഇതിൻ്റെ അകത്തുള്ള ജനറേറ്ററിനെ കറക്കി, അല്ലെങ്കിൽ എവിടെയാണ് ജനറേറ്റർ, ആ ജനറേറ്റർ കറക്കി കറണ്ട് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്തായിരിക്കുമോ ജനറേറ്റർ, കാരണം അതിൻ്റെ പുറത്തുകൂടി വെള്ളം പോകാത്തതായിട്ട് എനിക്ക് തോന്നണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടായിരുന്നോ? എവിടെ കണ്ടാ? ഇതൊരു പാക്കേജ് ട്രിപ്പ് ടൂറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തി നല്ല സ്ഥലങ്ങൾ കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അന്ന് പോകുമ്പോൾ നമ്മളെ വണ്ടി ഇതുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത യാത്രയിലോട്ട് പോകാം. നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും വരാനായിട്ട്. അപ്പോൾ നാണ്ട ഒരുപാട് കുരങ്ങന്മാർ അവിടെ ഇരുന്ന് ഷോ കാണിക്കുന്നു. കണ്ടാ? കുട്ടികളും അച്ഛനമ്മമാരെല്ലാം തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു ബേറ് വന്നു, കാറും പോയി. അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വെക്കാനായിട്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആനയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ആന, 3 ആന. അവിടെ 2. ഇത് വഴിയിലൊക്കെ കയറുവോ? വഴി കയറും. അങ്ങനെ 3 ഇതാണ് നമ്മൾ റീൽസിൽ കണ്ടിട്ടുള്ള വഴിയിൽ കയറണ. ഇത് അവിടെ വന്നിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതിൻ്റെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു.
നീ കിട്ടൂല. അത് പോയി അത് കുന്നാണ്. അങ്ങനെ അടുത്ത് നമ്മള് ഇനി അടുത്തുള്ള എങ്ങോട്ടാ പോണേ? അടുത്ത് നമ്മൾ പോകുന്നു ഊളംപാറയിലേക്ക്. എക്കോ പോയിന്റ്. വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഇതാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് നമ്മൾ ഇവിടെ ചോറ് കഴിക്കാൻ വന്നിരിക്കുകയാണെന്നാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2:45 കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താണ് കഴിക്കാൻ പോണത് നമുക്ക് കണ്ടറിയാം. ഇഷ്ടം വലിയ കിട്ടിയ സാധനമാണ് സാമ്പാർ, പുളിശ്ശേരി, ഒരു പാവയ്ക്കാര തോരൻ, പിന്നെ അവിയൽ, പിന്നെ എന്തോ ഒഴിച്ച് കൂട്ടാൻ, പിന്നെ 2 പീസ് ഒരു മീൻ ചിക്കനാണ്. എന്തിനാണെന്ന് ആർക്കും ഇതായിരിക്കും. മീൻ ചിക്കനാ, ആർക്കറിയാം? ചിക്കൻ മീൻ ആർക്കറിയാം? പ്രതീക്ഷയല്ല. പോട്ട്. അതെന്താ ഇവിടെയാണ് ഇതൊന്ന് കഴിക്കുന്നത്. കിട്ടിയത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആൾക്ക് ടീച്ചർ അടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇവിടെ കഴിച്ചു കൈസ്. ചോറ് കഴിച്ചിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഇങ്ങനെയാണ് എല്ലാവരൊക്കെ വന്ന് കേൾപ്പുണ്ട്. നമ്മുടെ ടീം അവിടെ ചോറ് കഴിപ്പുണ്ട്. ഞാൻ ആദ്യം കഴിച്ചങ്ങ് ഇറങ്ങിയതാ. വലിയതായിട്ടൊന്നും ഇല്ല, എന്തിരല്ലേ ഉള്ളത്. രാത്രി പോലെ ചോറ് കാണിച്ചത്. പിന്നെ കാടും മലയും വെള്ളവും കാണാനാണ് നമ്മൾ ഇത്രയും രൂപ തിങ്ങുന്നത്. ശരിയാണ്, അവിടെ മഞ്ഞ പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ മഞ്ഞൊന്നുമില്ല. അങ്ങോട്ട് എന്താണുള്ളത്? എന്തോ. അപ്പോൾ ഇവിടുത്തെ വ്യൂ കൊള്ളാം. അവിടെ പിള്ളേർ നല്ല വൈബ് അടിക്കുന്നു, ഒന്നിച്ചിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു, നല്ല രസമാണ്. പക്ഷേ ഇവരോ ഒന്നിച്ചിന്ന് ഫോട്ടോ എടുക്കുമായിരിക്കും പ്രതീക്ഷിക്കാം. ഇതൊക്കെ എന്ത് മരം? എന്താ കാറ്റടി മരം എന്തോ. പക്ഷെ കാറ്റടിക്ക് അങ്ങനെയല്ല, തടിയൊക്കെ കാണാൻ നല്ല ലുക്ക് തടിയാണ്. എന്താ നമുക്ക് ഗായിഷ്ടാണെന്ന് പറഞ്ഞൂടെ. അങ്ങോട്ട് ഇനി പോയിട്ട് വരുമ്പോൾ കുറച്ച് 3 പേര് ചൂണ്ട പിടിക്കുന്നു. കിട്ടുമോ എന്തോ ആർക്കറിയാം. കിട്ടാനൊന്നും പോണില്ലെന്ന് തോന്നുന്നു, പക്ഷെ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്താ നമ്മുടെ പ്ലാൻ? അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ ബസ് ഇവിടെ ആയിരിക്കും. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ഡാം വിസിറ്റ് ചെയ്യും. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മൾ 2 ഡാം കാണാൻ പോവുകയാണ്. അടുത്ത കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ട് എക്കോസ് പോയിന്റ് ആയിരിക്കും. നമ്മൾ 3:24 അപ്പം 3:30 ഇങ്ങോട്ട് വരണം. അപ്പം മാത്തുപ്പെട്ടി എക്കോ പോയിന്റ് നമ്മൾ കയറിയിട്ടില്ല, ഇനി കയറാൻ പോകണല്ലേ. പോകുന്നു. മാത്തുപ്പെട്ടി ഡാം കയറി അടുത്ത് നമ്മൾ കയറാൻ പോകുന്നതാണ്. കുണ്ടള ഡാം അല്ലേ? കുണ്ടള ഡാം പോകുന്നുണ്ട്. അങ്ങ് ദൂരെ കൂലൊക്കെ കേൾക്കാം. എൻ്റെ നമ്മൾ ഒന്നും കൂടി കുണ്ടള ഡാം കാണാൻ പോവുകയാണ്. കാണാൻ കുണ്ടള ഡാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിരിക്കും വെള്ളം പോണത്. ഇതൊരു ആർക്ക് ടൈപ്പ് ഡാമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ നമ്മൾ ഡാമിലോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ ഇതാണ് ഡാമിലെ 3 ഗേറ്റ്. അല്ല 1 ഗേറ്റ് 2 ഗേറ്റ് ഓപ്പണിംഗ് ആണ്. അതെ, പൂക്കൾ. പക്ഷെ അതിൽ പ്ലാസ്റ്റിക്കും ഉണ്ട്. പക്ഷെ എവിടത്തെ ഈ പൂവിൽ ഈ ഒരു പൂ മറ്റേ ജാപ്പനീസ് ടൈപ്പ് സാധനമാണ്. കിടിലാണ് കാണി. പക്ഷെ അതല്ല ഈ സാധനം. പക്ഷെ കളർ മാച്ച്. ടൈം സ്പെൻഡ് ചെയ്യുന്നവർ അവിടെ ചിലർ ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് അങ്ങോട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ചിലർ ബോട്ടിങ്ങിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാം, എൻ്റെ പേരിൽ ഡാം വെള്ളം നോക്ക്, വെള്ളം എടാ. ആരൊക്കെയോ കൂവി വിളിക്കുന്നു. അവിടെ എന്തോ നടന്നു. എന്തായെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ നാക്കോട്ട് ചലിക്കാം. നല്ലൊരു ഷോട്ടാണ്. അവിടെ കൊരങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ്. ഇത് തെറ്റായ രീതിയാണ്. ഇതേതോ ബംഗാളീസ്
ഏർപ്പള്ളി സ്റ്റെപ്സ് ആണ്. ഓക്കെ പോട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നല്ല ചെടിയാണ് ഉണ്ടാവും. ഈ ചെടി കില്ലാം ബാക്ക്ഗ്രൗണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫോട്ടോ ഒക്കെ ചിലരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ ചാടിയുള്ള അവസ്ഥ നരച്ചു നോക്കി ഗൈസ്. കുണ്ടള ഡാം. കുണ്ടള ഡാമിലെ വെള്ളം ഒഴുകുന്നത് നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. ഇതാ കണ്ടോ വെള്ളം പോകുന്നത്? ഇതാണ് ഒറിജിനൽ. ഇത് കുറച്ചേ പോകണുള്ളൂ മറ്റേ ഡാമിനേക്കാളും. ഇതും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഡാം തന്നെയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഗൈസ്? എങ്ങനെയുണ്ട്? വെള്ളത്തിൽ കൂടി വണ്ടി പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കൊച്ചു വണ്ടി ഈ ഒരു വലിയ പാലത്തിൽ കൂടെ പോയ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി അങ്ങോട്ട് പോകണോ? ഓക്കെ. ഡാമിൻ്റെ ഈ ഒരു സൈഡിലുള്ള വ്യൂ നല്ലൊരു വ്യൂ അല്ലേ? ഇവിടെ അകത്തൊക്കെ പാർക്ക് ഊഞ്ഞാലൊക്കെ സെറ്റപ്പൊക്കെ ആണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. നമ്മൾ വന്നപ്പോഴുള്ള ദൃശ്യം എന്താ? ഇതാണ്. ഇത്രയും പൊക്കം നെടു നീളത്തിന് നല്ല കിടിലം മരങ്ങൾ, സ്ട്രെയിറ്റ് മരങ്ങൾ, അളവ് അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല നല്ല സെറ്റ് മരങ്ങൾ ഉള്ള ഒരു കാട്. തണുപ്പുണ്ടോ ചോദിച്ചാൽ ചെറിയ തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരെ അന്വേഷിച്ചാണ് വന്നത്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മുടെ വന്ന് പോന്നു. നമ്മൾ പോവുകയാണ്. വണ്ടി എക്കോ സ്പോട്ടിൽ എക്കോ ഇതെന്തോന്ന് എക്കോ അപ്പോൾ ഇവിടെ നമ്മൾ എക്കോ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എക്കോ പോയിന്റ് എടുത്തോന്നില്ല, ഷോപ്പിംഗ് ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് ഏരിയയിൽ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. കമ്പനി മേലെ വള ബാഗ്, ഡോൾസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് എക്കോ പോയിന്റ്. അമ്മച്ചി ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് എക്കോ പോയിന്റ്. അല്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് കയറാൻ പോകുന്നു. ഇതാണ് എക്കോ. ഇവിടെ നിന്ന് എക്കോ ഉള്ള എക്കോ പോയിന്റ് ടെസ്റ്റ് ചെയ്യണം. ഒക്കെ ഒന്ന് എക്കോ ഒന്നുമില്ല. അപ്പുറത്ത് കാടാണ്. അങ്ങനെ നമ്മള് പോയിന്ന് കണ്ട് ഇവിടെ സംഭവം ഉറക്കാണ് കേട്ടാ. അത് ഉറക്കാവുന്നുണ്ട്. പോയി വിളിച്ചാൽ തിരിച്ച് കേൾക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ടീ ഔട്ട്ലെറ്റിൽ ഞാൻ കാണിച്ചല്ലോ സംഭവം. അവരെല്ലാം പോയി. ചുമ്മാ വാങ്ങാന്നുള്ളവർക്ക് വാങ്ങാം, ഇല്ലാത്തവർക്ക് വാങ്ങണ്ട. അപ്പോൾ തണുപ്പാണ് ഗൈസ്. അപ്പോൾ ഇനി ഇപ്പോഴാണ് രാത്രി കഴിക്കാൻ പോകണമെന്ന് അറിയിക്കുന്നത്. ടു ദ ഹോം. ഫ്ലാറ്റ് ഹോം അല്ല, ഫ്ലാറ്റ് ഏറ്റവും ടോപ്പിലാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഇങ്ങനെയാണ് നൈറ്റ്.